ആലപ്പുഴയിൽ നമ്മുടെ ധൻബാദ് എക്സ്പ്രസ് പാളം തെറ്റി. പേടിക്കണ്ട, യാത്രക്കാരുണ്ടായിരുന്ന സമയത്തല്ല. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി 12 മണിക്കായിരുന്നു സംഭവം. 2 കോച്ചുകൾ തെന്നിമാറി. പാളത്തിലെ സ്ലീപ്പറുകളും തകർന്നു. അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പിറ്റ് ലൈനിലൂടെ കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത്. സ്റ്റേഷൻ മാസ്റ്റർക്കും പോയിന്റ് മാനും സസ്പെൻഷൻ വിധിക്കുകയും ചെയ്തിട്ടുണ്ട്. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, എങ്ങനെയാണ് ഈ അപകടം നടന്നത്? യാത്രക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട്, തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് വലിയ അപകടം ഒഴിവായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് ഷണ്ടിങ് യാർഡിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു അപകടം. അരുൺകുമാർ, ഈ അപകടം ഉണ്ടായത് ഇന്നലെ പുലർച്ചെയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 6 മണിക്ക് ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടേണ്ട ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് പിന്നീട് 2 മണിക്കൂർ വൈകിയാണ് പുറപ്പെട്ടത്. അതായത് ഇന്നലെ രാത്രിയിൽ 12 മണിക്കല്ല, ഇന്നലെ പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. അങ്ങനെ പുലർച്ചെ അപകടം ഉണ്ടായതുകൊണ്ട് തന്നെ 6 മണിക്ക് പുറപ്പെടേണ്ട ട്രെയിൻ വൈകി ഓടിയെന്ന് മാത്രമല്ല, വലിയ അപകടം കൂടി ഒഴിവാക്കുകയായിരുന്നു. അതായത് കോൺക്രീറ്റ് സ്ലീപ്പറുകൾ 37 എണ്ണമാണ് ആ സമയത്ത് തന്നെ തകർന്നു പോയത്. ഒപ്പം തന്നെ 2 ബോഗികളും മറിഞ്ഞു വീണു. ഈ അപകടം ഉണ്ടാകാൻ കാരണം ഇങ്ങനെയാണ്. അതായത് പുലർച്ചെ തന്നെ ഷണ്ടിങ് നടക്കുന്നുണ്ട്. 6 മണിക്ക് ഈ ട്രെയിൻ പുറപ്പെടുന്നതിന് മണിക്കൂർ മുൻപ് തന്നെ സ്റ്റേഷന്മാരുടെ നേതൃത്വത്തിൽ പോയിന്റ്സ്മാൻ ഇടപെട്ടുകൊണ്ടാണ് അങ്ങനെ ഷണ്ടിങ് പ്രവർത്തനം നടക്കുക. അങ്ങനെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുന്നതിനിടെ സിഗ്നൽ മാറി വന്നു, തെറ്റായ സിഗ്നൽ വന്നു. അതേസമയം ഈ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ആ സമയത്ത് ഒരു ട്രെയിൻ ഓടി എത്തേണ്ടതാണ്. ആ ട്രെയിൻ വരാൻ വൈകിയത് കൊണ്ട് വലിയ അപകടം ഒഴിവായി. ഒരു പക്ഷേ ആ ട്രെയിൻ യഥാസമയത്ത് എത്തിയിരുന്നെങ്കിൽ ഈ ഷണ്ടിങ്ങിൽ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 4ാമത്തെ ട്രാക്കിലേക്ക് കയറിയത് സിഗ്നൽ ലഭിക്കാതെയാണ്. അതായത് സിഗ്നൽ ലഭിച്ച ശേഷം ആ ട്രെയിൻ വന്ന ശേഷം ആ പ്ലാറ്റ്ഫോമിലേക്ക് 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ആ ട്രെയിൻ വന്ന് ആ ട്രെയിൻ പോയ ശേഷം മാത്രം 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്താനുള്ള ഈ ഷണ്ടിങ്ങിലെ ട്രെയിൻ, പക്ഷേ ആ ട്രെയിൻ എത്തുന്നതിന് മുൻപ് തന്നെ എത്തി. അങ്ങനെ ആ ട്രെയിൻ 3ൽ നിന്ന് 4ലേക്ക് സിഗ്നൽ തെറ്റിച്ചെത്തിയ സമയത്താണ് ട്രെയിൻ പെട്ടെന്ന് മറിഞ്ഞത്. ട്രെയിൻ പെട്ടെന്ന് മറിഞ്ഞപ്പോൾ 2 ബോഗികൾ ആ സമയത്ത് തന്നെ മറിഞ്ഞു വീണു. 2 ബോഗികൾ തകർന്നിട്ടുണ്ട്. യാത്രക്കാരില്ലാഞ്ഞതും വലിയ ദുരന്തം ഒഴിവാക്കി. മനീഷ് മഹിപാൽ, എന്നാലും യാത്രക്കാരില്ലാത്തതുകൊണ്ട് വലിയ അപകടം ഒഴിവായി.